അച്ഛൻ പറയുന്നത് പോലെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ അമ്മ എന്തിനാ വഴക്കിട്ട് പുറത്തേക്ക് പോയത്? കയ്യിൽ മുറിവായിട്ട് തിരിച്ചു വന്നത്? അമ്മ എവിടെയാ പോയത്? എന്താ നടന്നത്? അമ്മയുടെ കൈ എങ്ങനെ മുറിഞ്ഞു? ഈ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കിട്ടണം. നിനക്ക് ചേരുന്ന പെണ്ണ് കല്യാണിയാണെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു. അത് സഹിക്കാൻ വയ്യാതെയാണ് അമ്മ അച്ഛനോട് പൊട്ടിത്തെറിച്ചിറങ്ങിപ്പോയത്. അത് നീ കണ്ടതാണല്ലോ. അതിനുശേഷം ഒഴിവാക്കും ഗുരുജി. തൃച്ചംബരത്തിന്റെ പ്രൗഢിയെ കാത്തു സൂക്ഷിക്കാൻ ചുമതലപ്പെട്ടവളാ ഞാൻ. അതിനുവേണ്ടി അവളെ ഞാൻ തൃച്ചംബരത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കും. നിന്റെ അമ്മയുടെ ദേഷ്യത്തെപ്പറ്റി നിനക്ക് നന്നായി അറിയാമല്ലോ. അതിനുശേഷം അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ഒരു കാര്യം സത്യം, അഖിലയ്ക്ക് കല്യാണിയോട് ഒരു വെറുപ്പുമില്ല. അഖിലയ്ക്ക് അവളോട് അളവില്ലാത്ത സ്നേഹമുണ്ട്. കൂടാതെ ഞാൻ കല്യാണിയുടെ സ്നേഹത്തെപ്പറ്റിയും അവളെ ഈ കുടുംബത്തിന് ചെയ്ത ത്യാഗത്തെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു. ഏതായാലും ഈ കാര്യത്തിൽ അഖില ആലോചിച്ചൊരു തീരുമാനം എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അച്ഛ സത്യമാണോ പറയുന്നത്? അതോ എന്നെ സമാധാനപ്പെടുത്താനാണോ? നീ എന്റെ പ്രിയപ്പെട്ട മോനാണ്. നിന്റെ സന്തോഷമാണ് ഈ അച്ഛന്റെ സന്തോഷം. അതിനുവേണ്ടി ഈ അച്ഛൻ പാതാളം വരെ താഴാനും തയ്യാറാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഇഷ്ടക്കൂടുതലുള്ളവരുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, പതറിപ്പോ. ആ ഒരവസ്ഥയാ നിന്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരം ഉണ്ടായാൽ എടുത്തടിച്ചതുള്ള മറുപടിയോ ചോദ്യമോ നിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അഖിലയെ സംബന്ധിച്ച് ഷീസ് ഷോക്ക്ഡ്. അതിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഒരു രീതിയിലും അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ? എന്താ ആന്റി ഇത്രയേറെ ആലോചിക്കുന്നത്? വേറെന്താ ആലോചിക്കാൻ, ഇതിനകത്തെ കാര്യം തന്നെ. ശിവരാമേട്ടനും അഖിലയ്ക്കും ഇടയിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അത് എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്താ ആന്റി പറഞ്ഞു വരുന്നത്? ആ അടുക്കളക്കാരിയുടെയും ആനന്ദിന്റെയും കല്യാണത്തിന് അനുമതി വാങ്ങാനാണ് പിറന്നാൾ ദിവസം തന്നെ ശിവരാമേട്ടൻ ആശുപത്രി വിട്ടത്. ആ അതെ അതെ, പപ്പടം, പഴം, പായസം ഉൾപ്പെടെയുള്ള വലിയ പിറന്നാൾ സദ്യ ഒരുക്കാൻ അഖിലാന്റെ ഓർഡർ കൊടുത്തതല്ലേ. ഇനി പപ്പടവും കൂടെ കാച്ചിയാ മതി, ബാക്കി എല്ലാം കിച്ചണിൽ റെഡി ആയിട്ടുണ്ട്. അയ്യോ, ചത്തു കിടന്നാലും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്ത് കോലാഹലം നടന്നാലും നിന്റെ കണ്ണ് എപ്പോഴും ആ അടുക്കളയില. ഭർത്താവ് പിറന്നാൾ വേഷം അണിയുന്നത് കാണാൻ മുറിയിലേക്ക് പോയ അഖില പിന്നെ ഇറങ്ങി വന്നത് കൊടുങ്കാറ്റ് പോലെയാ. പുറത്തേക്ക് പാഞ്ഞ അഖിലയുടെ പിന്നാലെ ശിവരാമേട്ടനും പാഞ്ഞു. പിന്നെ തിരികെ വന്ന അഖിലയുടെ കയ്യിൽ മുറിവ്. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മുറിയിൽ വെച്ച് അടുക്കളക്കാരി ആനന്ദം തമ്മിലുള്ള കല്യാണക്കാരി അങ്കിള് പറഞ്ഞു കാണണം. അതായിരിക്കും അഖില കോപത്തോടെ പുറത്തേക്ക് വന്നതും കാറെടുത്ത് പുറത്തു പോയതും, അല്ലേ ആന്റി?
ഉം. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ അവര് പുറത്തേക്ക് പോയത് എവിടേക്കാ? കയ്യിലാണെങ്കിൽ ഒരു മുറിവും. അതെവിടെ വെച്ചാ സംഭവിച്ചേ? എങ്ങനെ സംഭവിച്ചു? ഹാ, കൈക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ആവത് ചോദിച്ചതാ. പക്ഷെ പറയണ്ടേ? എന്തായിരിക്കും ഇതിനിടയ്ക്ക് നടന്നത്? വെറുതെ തല പുണ്ണാക്കാന്നല്ലാതെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും നടക്കട്ടെ, നാശം. എനിക്ക് അതല്ല പ്രശ്നം. ഈ ആനന്ദ് അടുക്കളക്കാരി വിഷയത്തിലെ അഖില എന്തു പറഞ്ഞു എന്നാ അറിയേണ്ടത്. അയ്യോ, അപ്പൊ പെരുന്നാൾ ആഘോഷം സദ്യയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? അന്ന വിചാരം മുന്ന വിചാരം ഒന്നും ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ തീ പിടിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാ അവക്കൊരു സദ്യ ഉണ്ണേണ്ടതും. ദേ, പുരാണത്തിലൊരു ബഗൻ ഉണ്ടായിരുന്നു. ഇവൾ ആ ബഗന്റെ പെങ്ങളാ. ആശം പിടിക്കാൻ ഒന്ന് ഇറങ്ങി പോവോ? നീ പറഞ്ഞതുപോലെ ഇവരുടെ കല്യാണക്കാരി ശിവരാമേട്ടൻ പറഞ്ഞിട്ടുണ്ടാവൂ. പറഞ്ഞെങ്കിൽ അഖില എന്താ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക? അറിയാൻ എന്തോ ഒരു വഴി. ഇതുവരെ വഴി തെളിച്ചു തന്ന ദൈവം ഇതിനും ഒരു വഴി കാട്ടിത്തരും. ആ തലേണയും കെട്ടിപ്പിടിച്ചോണ്ട് നടന്നു. അത് നിനക്ക് ഭയങ്കര ആശ്വാസം തരുന്നല്ലേ നീ പറഞ്ഞേ? എന്നാ ഞാൻ പറയുന്നു, ആ തലേണ എന്റെയും നിന്റെയും അന്ത്യശ്വാസം പോകാനുള്ളതാ. നിന്റെ ഈ കിനാവുകൾ ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല. ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഒരിടത്ത് ശാശ്വതമായിട്ടില്ല, ശാശ്വതമാവുകയില്ല. ഈ ലോകം അങ്ങനെയുള്ളവരുടെയാ. ഓമനിച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യാനും മടിക്കില്ല തൃച്ചംബരത്തെ അഖില മേഡം. ആണും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെടാറുണ്ട്, വിവാഹം കഴിക്കാറുമുണ്ട്. അത് ന്യായം. പക്ഷേ കൊട്ടാരത്തിലെ ചെറുക്കനും മൺകുടിലെ പെണ്ണും തമ്മിൽ സ്നേഹിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല. കുടുംബമഹിമയും പാരമ്പര്യമൊക്കെ അഖില മേഡത്തിന് വലുതാ. മാഡം ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ തറവാടിന് പേരുദോഷം വരുത്തിയാൽ ദേവതയായ അഖില മേഡത്തിന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. നീ വഞ്ചകിയ വഞ്ചകി. നീ നിന്റെ അച്ഛനെ വഞ്ചിച്ചോണ്ടിരിക്കുക. ഉറക്കത്തിൽ പോലും നീ എന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. നോക്ക്, അവസാനമായി ഞാൻ പറയാ, തൃച്ചംബരത്തെ രാജകുമാരിയാവാൻ നീ ശ്രമിക്കരുത്. നീ ഒരു ഡ്രൈവറുടെ മകളാ, വെറും ഡ്രൈവറുടെ മകൾ മാത്രം. കല്യാണി, എന്താ ഇത്? എന്തു പറ്റി നിനക്ക്? ഈ തലേണയുടെ ശ്വാസം പോയോ?
അച്ഛൻ നോക്ക്, സാരമില്ല. ദാസേട്ടനെ കുറ്റപ്പെടുത്തണ്ട. ഏതൊരു അച്ഛനും തോന്നുന്ന വികാരം അത്. അമ്മ നമ്മുടെ ബന്ധത്തിന് അംഗീകാരം തന്നാ പിന്നെ ദാസേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അഖില മേഡം ദേഷ്യപ്പെട്ടു പോയിട്ട് തിരികെ വന്നോ? സാറ് നമ്മുടെ കാര്യത്തിനുള്ള സമ്മതം? ഇല്ല. അമ്മയെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാലോ. അത്ര ഈസി ആയിട്ടൊന്നും അമ്മ സമ്മതിക്കില്ല. അച്ഛൻ നമ്മുടെ കാര്യം പറഞ്ഞ ഉടനെ അമ്മ വല്ലാതെ ദേഷ്യപ്പെട്ടു. അച്ഛന് ഒരു വിധത്തിലെ അമ്മയെ സമാധാനിപ്പിച്ചത്. അമ്മ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞത്. നല്ലൊരു തീരുമാനം ഉണ്ടാവോ? ഉണ്ടാവും. നീ സമാധാനായിട്ടിരിക്കെ. ഇങ്ങിതാ. പിടിക്ക. ഇനി നീ നിറയ്ക്ക. എന്തു പറ്റിയേക്കില്ല? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിന്നെ പോലെ ഇരിക്കുന്നല്ലോ എന്നായിരിക്കുമല്ലേ? ഞാൻ നിന്റെ മനസാക്ഷിയല്ലേ? അപ്പൊ നിന്നെ പോലെയല്ലേ ഇരിക്കൂ? നീ ആരാണെന്നറിയോ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. നിന്റെ പേര് പറയുമ്പോ തന്നെ ഒരാഠ്യത്വമുണ്ട്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന പേര് കേട്ടാ മതി, വലിയ വലിയ ഓഫീസർമാർ മുതൽ രാഷ്ട്രീയക്കാർ വരെ എല്ലാവരും ഒന്ന് പതറും. അങ്ങനെയുള്ള നീ വീട്ടുജോലിക്കാരി കല്യാണിയുടെ കാര്യം വന്നപ്പോ ഒരു തീരുമാനത്തിലെത്താൻ എന്താ ഇത്ര വൈകുന്നത്? കല്യാണിയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കാൻ എന്താ ഇത്ര വൈഷമ്യം? ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേഷം കിട്ടുന്നവരാ. പക്ഷേ കല്യാണി സ്വന്തം കാര്യത്തിനു വേണ്ടി വേഷം കിട്ടി അഭിനയിക്കാറില്ല. ആ മനസ്സ് നിറയെ നന്മയും വിശ്വാസവും. ആ നന്മയ്ക്കും വിശ്വാസത്തിനോ ഞാൻ വില കൊടുക്കുന്നത്. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. വിശ്വാസം, നന്മ എന്നൊക്കെ പറഞ്ഞ് നീ നന്നായിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അഖിലാണ്ടേശ്വരി, മറ്റുള്ളവരെക്കാളും നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവളാ ഞാൻ. കുലമഹിമ കൈവിടാതിരിക്കാൻ എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ള അഖിലാണ്ടേശ്വരി ഇപ്പൊ തടസ്സമായി നിൽക്കുന്ന കല്യാണിയെ ഒഴിവാക്കാൻ എന്തുകൊണ്ടോ മടിക്കുന്നു. നിന്റെ ഭാഷയിൽ അവസരത്തിന് കാത്തു നിൽക്കുന്നു. ഛേ, മോശം മോശം മോശം, വളരെ മോശം. നീ ആ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെ ആണോന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു. വിശ്വാസത്തിന് മാന്യത കൊടുക്കുന്നത് കുലമഹിമ തന്നെയാണ്. അതറിഞ്ഞൂടെ മനസാക്ഷിക്ക്? തൃച്ചംബരത്തോട് കൂറും വിശ്വാസവും കാട്ടുന്ന കല്യാണിയെ പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ പുറത്താക്കിയാൽ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു എന്നുള്ള കളങ്കം തൃച്ചംബരത്തിനുണ്ടാവും. വെറുതെ വായിട്ടലക്കണ്ട അഖിലാണ്ടേശ്വരി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്ത് അത് ദയാദാക്ഷിണ്യമില്ലാതെ നടപ്പാക്കുന്നവളാണെന്ന് ലോകത്തെല്ലാവർക്കും നന്നായിട്ടറിയാം. എന്തിനധികം ഇതേ ഗുരുജി ആനന്ദിന്റെ കല്യാണം കഴിയുന്നതുവരെ കല്യാണി ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അത് നടപ്പിലാക്കിയവളാണ് നീ. പിന്നെ ഇപ്പോ മാത്രം എന്താ സാഹചര്യത്തിനും സന്ദർഭത്തിനും കാത്തിരിക്കുന്നത്?
ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി കല്യാണിയെ പുറത്താക്കാൻ ഒരു സന്ദർഭം കിട്ടിയാൽ പോലും നീ കല്യാണിയെ ഒഴിവാക്കില്ല. കാരണം നീ ഇപ്പോ ആ പഴയ അഖിലാണ്ടേശ്വരിയെ അല്ല. അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ മാത്രമല്ലല്ലോ, നീയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉടനടി ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ആ പഴയ അഖിലാണ്ടേശ്വരിയാണെന്ന് നീ ഒന്ന് തെളിയിക്ക്. നിനക്കതിന് എന്ത് തെളിവാണ് വേണ്ടത്? നീ പഴയ അഖിലാണ്ടേശ്വരിയാണെങ്കിൽ കല്യാണിയെ ഇപ്പൊ തന്നെ ഈ നിമിഷം തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി പുറത്താക്ക്. കാണട്ടെ. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ കല്യാണിയെ പുറത്തൊക്കെ കാണിച്ചു തരാം. കാണിച്ചേ. കല്യാണി, ഇതെന്താ? എന്തോ കുഴപ്പമുണ്ടല്ലോ. അഖിലയുടെ അനക്കം കേട്ട ഓടി വരുന്ന അടുക്കളക്കാരി ഇവിടെ ഇല്ലേ? കല്യാണി, എന്താ ചേച്ചി? ചേച്ചിയുടെ ഈ ശബ്ദം കേട്ട് മുറിയിലിരുന്ന ഞാൻ വരെ ഓടി വന്നു. എന്നിട്ടും ആ വേലക്കാരി കേട്ടില്ല. മനഃപൂർവ്വം കേൾക്കാത്തതാ. ഞാൻ വിളിച്ചോണ്ടുവരാം. ചേച്ചി, അവളെ കിച്ചണിലൊന്നും ഇല്ല. കണ്ടില്ലേ, ജോലി സമയത്ത് അവൾ ഇവിടെ ഇല്ല. ചേച്ചി ഇല്ലാത്ത സമയത്തും അവളെ ഇവിടെ കാണാറേ ഇല്ല. അവക്ക് തോന്നിയ പോലെയാണല്ലോ. മതി. ഔട്ട് ഹൗസിൽ പോയി അവളെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാ. ചെല്ല്. അവളെ ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് വരാം. അഹങ്കാരം പിടിച്ചവള്. വാ, ഇവിടെ ഇരിക്ക്. ഇപ്പൊ ഈ തലയണയ്ക്കകത്ത് എന്റെയും നിന്റെയും ജീവശ്വാസം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേർതിരിച്ചെടുക്കാനാവില്ല. അതുപോലെ തന്നെയാ ഞാനും നീയും തമ്മിലുള്ള ബന്ധം. നമ്മളെ ആർക്കും വേർപെടുത്താനാവില്ല. ഈ തലയണയിലെ ശ്വാസം അച്ഛൻ അഴിച്ചു കളഞ്ഞപ്പോ എനിക്കെന്റെ ജീവൻ പോണ പോലെയാ തോന്നിയേ. ഇപ്പൊ സമാധാനായി. ആ, ഇനി ഇത് വീണ്ടും ദാസേട്ടൻ കണ്ട കത്തിച്ചു കളയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുണ്ടാവാൻ നോക്കണം. ഈ തലയണ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുമ്പോ വലിയ അടുത്തുള്ളത് പോലെ ഒരു തോന്നല എനിക്ക്. കല്യാണി, ഇതൊക്കെ മാറും. പുതുവർഷം പിറക്കുന്നത് എന്നെയും നിന്നെ ഒരുമിപ്പിക്കാനായിരിക്കും. എന്താ കല്യാണി, ഒരാള് വീട്ടിലേക്ക് വന്നാ അയാൾക്ക് കുടിക്കാൻ എന്തെങ്കിലും നൽകണമെന്നുള്ള മര്യാദ പോലും ഇല്ലേ നിനക്ക്? അയ്യോ സോറി വല്യുഞ്ഞെ, ഞാനിപ്പോ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. വല്യുഞ്ഞ എങ്ങോട്ടാ? ഞാനും വരാം. വേണ്ട. കല്യാണി, ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പരസ്പരം സഹായിക്കണം. നീ ജ്യൂസ് ഉണ്ടാക്കി കഷ്ടപ്പെടുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കുന്നേ? വാ, നടക്ക്. വല്യുഞ്ഞെ ഒരു കത്തിതാ കല്യാണി. കത്തി. കല്യാണി, കല്യാണി,
അയ്യോ വിലാസിനി മേഡം അല്ലേ? എവിടെയാ നീ? ഞാൻ വിളിച്ചത് കേൾക്കാൻ നിനക്ക് ചെവിയൊന്നുമില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ വേണ്ട, വല്യൂഞ്ഞ് ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാൻ പിന്നാമ്പുറത്തൂടെ പോയിട്ട് വരാം. കല്യാണി, കല്യാണി. ആ, നീ ഇതെവിടെയായിരുന്നു?